ഇന്ന് അവസാനിക്കാനുള്ള സാധ്യതയുണ്ടോ? 2 ദിവസത്തെ ചോദ്യം ചെയ്യലായിരുന്നു പറഞ്ഞിരുന്നത്. കൂടുതലായിട്ട് എന്തൊക്കെ വിവരങ്ങളാണ് വിജയിൽ നിന്ന് അറിയാനുള്ളത്? തുടർന്നുള്ള CBI നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ധന്യ, ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് അദ്ദേഹത്തോട് ഇന്നലെ ഇതിന്റെ സമ്മൻസ് നൽകിയപ്പോൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടി, പ്രത്യേകിച്ച് മൊഴിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തണമെന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം നാളെയും ഡൽഹിയിൽ തുടരുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ചില വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തയ്യാറാക്കിയ ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും ലഭിക്കുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വിജയോട് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിച്ചറിയുക. അതിനുശേഷമായിരിക്കും മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് CBI മുൻപോട്ട് പോകുന്നത്. നമുക്കറിയാം 41 പേർക്കാണ് ജീവൻ നഷ്ടം. അതിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സ്ത്രീകൾ, യുവാക്കളടക്കമുള്ള 41 പേരാണ് മരണമടഞ്ഞത്. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് CBIയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള ചില മറുപടികൾ വിജയുടെ ഭാഗത്തുനിന്നും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CBIയുടെ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി സജു, അല്പസമയത്തിനകം ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വിജയ് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. CBI ഡൽഹി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 മണിക്കൂറിലധികം വിജയെ CBI ചോദ്യം ചെയ്തു. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത്. ആ സമയം ഉറങ്ങുകയാണ് പതിവ്. വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിൽ എത്താറുള്ളത്. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ലേ, പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതി വിമർശിച്ചു. കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് വിമർശനം. അതിജീവിതയുടെ അഭിഭാഷക ഇന്നും ഹാജരായിരുന്നില്ല. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, അഭിഭാഷകയ്ക്ക് കടുത്ത വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്കറിയാം, നടിയാക്രമിച്ച കേസിലെ വിധി പറയുന്ന ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്കെതിരെ അഭിഭാഷക TB മിനി പ്രതികരണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മിനിക്കെതിരെ കോടതി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞത്? അതിലെങ്ങനെയാണ് മിനി പ്രതികരിച്ചത്? ധന്യ, ഈ കേസുമായി ബന്ധപ്പെട്ട് ധന്യ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേസിന്റെ ആദ്യം കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം 12-ാം തീയതി കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസം തന്നെ TB മിനി കോടതിയിൽ ഇന്ന് വന്നിട്ടില്ലായിരുന്നു. അന്ന് തന്നെ കോടതി ഈ ശിക്ഷ സംബന്ധിച്ച് അതിജീവിതയുടെ അഭിഭാഷക എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ അഭിഭാഷക അവിടെ ഇല്ല. അതൊരു വസ്തുതയാണ്. ഇന്നിപ്പോ അത് ആ മെറിറ്റുമായി ബന്ധപ്പെട്ടല്ല. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 7-8 വർഷക്കാലം നീണ്ട ഒരു വിചാരണ നാളുകൾക്കിടയിൽ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലും പൊതു പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ഈ കേസിന്റെ വസ്തുനിഷ്ഠമായ അന്വേഷണത്തെ പറ്റി, അതിന്റെ വിചാരണയെ പറ്റിയൊക്കെ പലരും പല രൂപത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത്തരം വിഷയങ്ങളിൽ കോടതി സ്വമേധയാ എടുത്ത കോടതി അലക്ഷ്യ ഹർജികളാണ് ഇന്ന് ഒരുമിച്ച് പരിഗണിച്ചത്. അതിൽ ഒരു കോടതി അലക്ഷ്യ ഹർജി അതിജീവിത തന്നെ, നടി തന്നെ നൽകിയതാണ്. അഭിഭാഷക മിനിയാണെന്ന ഹർജി ഫയൽ ചെയ്തത്. ഒരു യൂട്യൂബ് ചാനലിൽ മുൻ IPS ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള ശ്രീലേഖ നടത്തിയൊരു പരാമർശമുണ്ട്. അത് കേസിന്റെ മെറിറ്റിനെ സംബന്ധിച്ച് പ്രതികൾക്കെതിരെ തെളിവില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിനാണ് നടി തന്നെ കോടതിയിൽ നേരിട്ട് ഒരു കോടതി അലക്ഷ്യ ഹർജി നൽകിയത്. അതും ഈ കൂട്ടത്തിൽ പരിഗണിച്ചിരുന്നു. അപ്പോഴാണ് ആ കേസ് വിളിച്ചപ്പോ അവരെവിടെ എന്ന് കോടതി ചോദിച്ചത്. അവർ ഹാജരായിരുന്നില്ല, പകരം ജൂനിയർ അഭിഭാഷകയാണ് ഹാജരായത്. അപ്പോഴാണ് കോടതി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിമർശനങ്ങൾക്കും കോടതിക്ക് എന്ത് പറയാനുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നത്. അവരെവിടെയെന്ന് ചോദിച്ചു തുടങ്ങിയ കോടതി ഈ വിചാരണ സമയത്ത് തന്നെ 10 ദിവസത്തിൽ താഴെ മാത്രമാണ് ഈ അഭിഭാഷക കോടതിയിൽ എത്തിയിട്ടുള്ളത് എന്നൊരു വിമർശനം ആദ്യം ഉന്നയിച്ചു. പിന്നീടാണ് പറയുന്നത് അവരങ്ങനെ ഏതെങ്കിലും ദിവസം വന്നു കഴിഞ്ഞാൽ തന്നെ ആകെ അരമണിക്കൂർ മാത്രമൊക്കെയാണ് കോടതിയിൽ ഈ അഭിഭാഷക ഉണ്ടാവുക. ആ ഉള്ള സമയത്ത് തന്നെ ഉറങ്ങുകയാണ് പതിവ്. അവർ കോടതിയിൽ എത്തുന്നത് തന്നെ ഈ കോടതി ഒരു വിശ്രമ സ്ഥലം എന്ന രീതിയിൽ കണക്കാക്കിക്കൊണ്ടായിരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് കോടതി പറയുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കോടതി ഇന്ന കാര്യങ്ങൾ കേട്ടില്ല, ഇന്ന കാര്യങ്ങൾ പരിഗണിച്ചില്ല, മറ്റു കാര്യങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് പുറത്തു പോയി വിമർശനം ഉന്നയിക്കുന്നത് എന്നാണ് ഒരു വിമർശനം ഉണ്ടായത്. എന്തായാലും മിനി ആ കാര്യം നിഷേധിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 8-9 വർഷക്കാലത്തെ ഈ കേസിന്റെ വിചാരണ നടപടികൾക്കിടയിൽ 10 തവണ മാത്രമാണ് ഈ അഭിഭാഷക കോടതിയിൽ എത്തിയിട്ടുള്ളത് എന്നാണ് ഒരു വിമർശനം, ജില്ലാ കോടതിയുടെ വിമർശനം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഉറങ്ങുകയും അല്പസമയത്തിനകം കോടതിയിൽ ചിലവഴിച്ച് പോവുകയും ഒക്കെയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ കോടതിക്ക് പുറത്ത് ഇവർ ഈ ജഡ്ജിക്കെതിരെയും അതോടൊപ്പം തന്നെ കോടതി വിധിക്കെതിരെയും ഒക്കെ നടത്തുന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയായി നമുക്കതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും.